ഹായ് ഫ്രണ്ട്സ്, ഇന്നും പതിപോലെ വൈകിയാട്ടെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ജോലിക്ക് പോകണ്ടല്ലോ, അതിന് വൈകി എനിക്കിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അന്യം മഴയായിരുന്നു. പിന്നെ അടുക്കളയിലേക്ക് പോയി കുറച്ചൊക്കെ പണിയൊക്കെ ചെയ്യാണ്ടായിരുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുറ്റത്തേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ഒന്ന് കുറഞ്ഞു. എന്നാൽ പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ ഇറങ്ങി കേട്ടോ. ശരിക്കൊന്നും കുറഞ്ഞിട്ടില്ല, മഴയൊക്കെ ഒന്ന് പൊടിയണമുണ്ട് കേട്ടോ. ആദ്യം തന്നെ ബബിൾസ് നാരങ്ങ പോയി നോക്കിയേ. ബബിൾസ് നാരങ്ങ കുറച്ച് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി വലുതായെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് മാറ്റം അറിയാം. മറ്റേ വലിയ വലിപ്പം എനിക്ക് തോന്നുന്നില്ല, പക്ഷെ വലിപ്പം വെച്ചാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തതായിരിക്കും, ഒരു ദിവസം കാണണമല്ലേ. പിന്നെ മുളകിൻ്റെ ചെടി മറ്റേ നമ്മുടെ കാന്താരി മുളക് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കിയിട്ട് പയ്യെ മുറ്റൊക്കെ തെന്നി കിടക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പയ്യെ നടന്നത്, കാരണം ഒരു വീഴ്ച വീണ് കാലൊടിഞ്ഞതിൻ്റെ ആഘാതം ഇതുവരെ മാറിയിട്ടില്ല. അതിലാണെങ്കിൽ നിറച്ചും പൂവും ഉണ്ടായിട്ട് നിറച്ചും കായുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കും കൂടുതൽ പൂവും കായൊക്കെ ഉണ്ടായിട്ട് അത് നല്ല എനർജിയോടുകൂടി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൂന്തോട്ടമൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയിട്ട് ആ ചെടിയിൽ ഞാൻ പറഞ്ഞില്ല വാടാതെ, അതിൻ്റെ പേര് ഇതുവരെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ആ ചെടി നല്ലോണം പൂവൊന്നും വാടാതെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ബന്ദിയിൽ മറ്റേ ചെടികളൊന്നും മുട്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ മഴ കാരണം കുറച്ച് ബന്ദിച്ചെടി ചാഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ, മഴയും കാറ്റൊക്കെ വീശണ കാരണമുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങാനാറിയില്ലേ, മാങ്ങാനാറിയിൽ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല, അത് ഞാൻ നോക്കി. പിന്നെ ഈ സൈസ് മഞ്ഞ കളറ് ചെടിയുണ്ടോ, ഇത് ഞാൻ കടുകിന് ചെടി പോലെയായിട്ട് എനിക്ക് തോന്നണം. പക്ഷേ വീട്ടിൽ ഒരു തൈ ഉണ്ടായുള്ളൂ, പക്ഷേ നിൽക്കണതാണ് നല്ല ഭംഗിയില്ലേ. അതിങ്ങനെ തന്നെ നിൽക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവാട്ടോ ചെയ്യണത്. പക്ഷേ എൻ്റെ കളറ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി ബന്ദിയിലൊക്കെ പൂവുണ്ടോയെന്നൊക്കെ ഞാനൊന്ന് പോയി നോക്കി, പക്ഷെ ഒന്നിലും പൂവോ മൊട്ടൊന്നും വിരിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല ഒരു മുട്ട് വിരിഞ്ഞു വന്നു, അത് പയ്യൊന്ന് വിടർന്നു വന്നു കേട്ടോ. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഒരു മഞ്ഞ കളറാട്ടോ അത്. പക്ഷെ അത് മൊത്തം അല്ലിയുള്ളതാണോ അതോ കുറച്ച് പൂമ്പൊടി അല്ലിയുള്ളതാണോ എന്ന് അറിയാൻ പാടില്ല. ആ ചെടി തന്നെ 2-3 ബന്ദിയുടെ മുട്ടുകൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ, ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അതാണ് ആദ്യം ഉണ്ടായേക്കണത്. അതൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ വേറെ ഒന്നിലൊന്നും കണ്ടില്ല. പിന്നെ റംബൂട്ടാൻ മരം എന്തായെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി. അതിൽ പിന്നെ മഴയിൽ മഴവെള്ളം ചാടിയ ഇലയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കൊല്ലം പൂക്കൂലാന്ന് പറഞ്ഞ് നിൽക്കണതാണല്ലോ. പിന്നെ ആ 10 മണിപ്പൂ 4 മണിപ്പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. 4 മണിപ്പൂ എന്തൊക്കെയായിന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയിട്ട് അതിൻ്റെ പൂവൊക്കെ വിരിഞ്ഞത് ഇങ്ങനെ മഴ കാരണം പെയ്തങ്ങോട്ട് ചാഞ്ഞു പോവുകയും ചെയ്തു. അതിങ്ങനെ ചീഞ്ഞു പോണ രീതിയിലാട്ടോ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മഞ്ഞയും മജന്തയും കൂടി ചേർന്നിട്ടുള്ളൊരു കുട കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ പയ്യെ ആന്തച്ചക്ക എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി പോയി നോക്കിയിട്ട് കോഴിക്കൂടിലേക്ക് ഇപ്പോൾ കോഴിയൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല, മഴ കാരണം അതുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. പിന്നെ ആന്തച്ചക്കയുടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ പൂവ് ഒറ്റ കായ പോലും പിടിക്കില്ല. ഇനിയിപ്പോൾ മഴ കാരണം ഇനി പിടിക്കുമെന്നും അറിയാൻ പാടില്ല. പിന്നെ പൂവൊക്കെ അതേപടി തന്നെ നിൽപ്പുണ്ട്, കുറേയൊക്കെ കൊഴിഞ്ഞും പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇതങ്ങനെ പിടിക്കാറില്ല, കുറവാണ്. 1-2 എണ്ണം പിടിക്കാറുണ്ട്, പക്ഷെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണണമില്ല.